മിസ്റ്ററി 1 ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമെല്ലാം പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമാണ്. ബാക്കി 95%വും നമുക്ക് കാണാൻ കഴിയാത്തതും ഇന്നും രഹസ്യമായ രണ്ട് ശക്തികളാണ്: ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും. ഡാർക്ക് മാറ്റർ ഗാലക്സികളെ പിടിച്ചു നിർത്തുന്നു. ഡാർക്ക് എനർജി പ്രപഞ്ചം അതിവേഗം വികസിക്കാൻ കാരണമാകുന്നു. പക്ഷേ ഇവ എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇന്നും അറിയില്ല. മിസ്റ്ററി 2 പ്രപഞ്ചത്തിന്റെ ഉത്ഭവം. നമ്മുടെ പ്രപഞ്ചം ബിഗ് ബാങ് എന്ന ഒരു മഹാസ്ഫോടനത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. പക്ഷേ ബിഗ് ബാങ്ങിന് മുൻപ് എന്തുണ്ടായിരുന്നു? ആ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു? എവിടെ നിന്ന് വന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. ഇന്നും ശാസ്ത്രലോകം ഇതിന് ഉത്തരം തേടുകയാണ്. മിസ്റ്ററി 3 ബ്ലാക്ക് ഹോളുകളുടെ രഹസ്യം. ബ്ലാക്ക് ഹോളുകൾ പ്രകാശത്തിനു പോലും രക്ഷപ്പെടാൻ കഴിയാത്ത പ്രപഞ്ചത്തിലെ ഭീമൻ കുഴികൾ. ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എന്താണ്? അവിടെ സമയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സിംഗുലാരിറ്റി എന്ന ആ ബിന്ദുവിൽ എന്ത് സംഭവിക്കും? വിവരങ്ങൾ അവിടെ നശിക്കുമോ? ഹോക്കിംഗ് റേഡിയേഷനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും ബ്ലാക്ക് ഹോളുകൾ ഇന്നും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നു. മിസ്റ്ററി 4 അന്യഗ്രഹജീവികൾ. നമ്മുടെ പ്രപഞ്ചം ഇത്രയും വലുതായിട്ടും കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടായിട്ടും നമ്മൾ ഒറ്റയ്ക്കാണോ? അന്യഗ്രഹജീവികൾ, എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എവിടെ? ഫെർമി പാരഡോക്സ് എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്നു. അവർ നമ്മളിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണോ? അതോ ഗ്രേറ്റ് ഫിൽട്ടർ കാരണം ആരും വളരാതിരിക്കുകയാണോ? മിസ്റ്ററി 5 ബോധം അഥവാ കോൺഷ്യസ്നെസ്. നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ എങ്ങനെയാണ് ബോധമെന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസമുണ്ടാക്കുന്നത്? ഞാൻ ആരാണ്? എനിക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്. ബോധം വെറും മസ്തിഷ്ക പ്രവർത്തനമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? മിസ്റ്ററി 6 പ്രപഞ്ചത്തിന്റെ അവസാനം. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെയാണ് അവസാനിക്കുക? ഒരു ബിഗ് ക്രഞ്ചിലൂടെ ചുരുങ്ങി ഇല്ലാതാകുമോ? അതോ ഒരു ബിഗ് ഫ്രീസിലൂടെ തണുത്തു മരവിച്ചു മരിക്കുമോ? അല്ലെങ്കിൽ ഒരു ബിഗ് റിപ്പിലൂടെ എല്ലാം കീറിമുറിയുമോ? ഇന്നും ഒരു ഉറപ്പുമില്ല.